ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമല്ല? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, കുവൈറ്റിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു ക്യാമറ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. അറിഞ്ഞിരിക്കുമല്ലോ. കാരണം AI ക്യാമറ ഇനി കുവൈറ്റിൻ്റെ റോഡുകൾ AI ക്യാമറയുടെ കണ്ണുകളിലൂടെ ആയിരിക്കും നിരീക്ഷണം. എന്താ പ്രത്യേകത എന്ന് പറയുന്നത്, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഒരുപാട് വിവാദങ്ങളും അതിലേറെ കോമഡികളും അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു സംവിധാനമാണ് AI ക്യാമറ. മലയാളികൾക്കൊക്കെ നല്ല സുപരിചിതമായൊരു സംവിധാനമാണത്. പക്ഷേ കുവൈത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ AI ക്യാമറ വരുന്നതോട് കൂടിയിട്ട് ഫൈനിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ ഘടന മാറാൻ സാധ്യതയുണ്ട്. കാരണം നിലവിലുള്ള ക്യാമറകൾ ഒരു ഓപ്ഷൻ മാത്രമേ ക്യാച്ച് ചെയ്യുമായിരുന്നുള്ളൂ. ഒന്നുകിൽ സ്പീഡ് അല്ലെങ്കിൽ മറ്റ് നിയമവിരുദ്ധമായ കാര്യങ്ങളൊക്കെയാണ് ക്യാച്ച് ചെയ്തിരുന്നത്. ഒന്നിൽ കൂടുതൽ ഫങ്ഷൻ ഓരോ ക്യാമറയിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ 2 ക്യാമറയൊക്കെ വെച്ചിട്ട് കാണാം. അപ്പോൾ അത് ആ ക്യാമറയുടെ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ AI വരുന്നതോട് കൂടിയിട്ട് ഏതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ ക്യാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പീഡാവാം, ട്രാക്ക് മാറുന്നതാവാം, അതോടൊപ്പം തന്നെ ഓവർലോഡാവാം. കാരണം 5 പേര് യാത്ര ചെയ്യേണ്ട വാഹനത്തിൽ 6ഉം 7ഒക്കെ പോകുമ്പോൾ ചിലപ്പം അതൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ മാസത്തിൽ പ്രതീക്ഷിക്കുന്ന ശമ്പളം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിലൊരു തുക ഇവിടെ സർക്കാരിന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെൻ്റെ സൗഹൃദങ്ങളോടും സഹോദരങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.